നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ കളി കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ച കളിയാണ്. ഓൺ ഗോള് ശരിയാണ്, ഡ്രിൻസിച്ചിൻ്റെ ഓൺ ഗോള് വന്നു. എന്നാലും 2-1 ബ്ലാസ്റ്റേഴ്സ് ജയിക്കേണ്ട കളിയാണ്. അതാണ് റഫറിയുടെ തെറ്റായ തീരുമാനം കൊണ്ട് സമനിലയിൽ അവസാനിച്ചത്. അതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ പ്രതീക്ഷകളും പ്ലേ ഓഫിനെ കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നില്ല, അതും അങ്ങ് തീർന്നു കിട്ടി. എത്ര കളികളിലാണ് റഫറിമാർ ഇങ്ങനെ ചെയ്യുന്നത്. ഇന്നത്തെ ലൈൻസ്മാൻ വല്ലതും സേവിച്ചാണോ കളി നിയന്ത്രിക്കാൻ ഇറങ്ങിയത് എന്ന് പോലും തോന്നിപ്പോയി. കാരണം ഓഫ് സൈഡൊക്കെ അയാൾ അങ്ങ് കണ്ണടച്ച് വിളിക്കുകയാണ്. അപ്പോൾ ഓഫ് സൈഡ് ഏത്, ഓൺ സൈഡ് ഏത്? ശരിയാ, സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ തീരുമാനം എടുക്കണമെന്നേ. അതിനല്ലേ ആ കൊടിയും ഡ്രസ്സും ഒക്കെ കൊടുത്ത് വിട്ടിരിക്കുന്നത്. അതിന് പറ്റുമെന്ന് പറഞ്ഞിട്ടല്ലേ ഈ പണിക്ക് ഇറങ്ങുന്നതെന്നേ. പിന്നെ വേറെ വാദം പറഞ്ഞു വരരുത്. 1-2 കളികളിലാണെങ്കിൽ കുഴപ്പമില്ല. എത്ര കളികളിലായിട്ട് ഇങ്ങനെ എറേഴ്സ് വന്ന് മാച്ചിൻ്റെ റിസൾട്ട് തന്നെ മാറിപ്പോകുന്നു. ഒരു ഘട്ടത്തിൽ ഡാനിഷ് ഫാറൂഖിൻ്റെ ഷോട്ട് കിടിലൻ ഷോട്ടായിരുന്നു. ആൽബിനോയുടെ കിടിലൻ സേവ് സംഭവിച്ചു. പക്ഷേ റഫറി ഓഫ് സൈഡ് വിളിച്ചു. ഒരു തരത്തിലും അത് ഓഫ് സൈഡ് അല്ലെന്ന് ഡാനിഷ് കൈകൊണ്ട് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൻ്റെ റൺ അദ്ദേഹം കൃത്യമായിട്ട് ടൈം ചെയ്തിട്ടാണ് റൺ ചെയ്തത് എന്നുള്ളത്. അത് റീപ്ലേയിൽ വ്യക്തമായിരുന്നു. 100% ഓൺ സൈഡ് ആയ സംഗതിയാണ് റഫറിയോട് ഓഫ് സൈഡ് വിളിക്കുന്നത്. എന്തായാലും ഗോളി തടഞ്ഞു, അതവിടെ തീർന്നല്ലോ എന്ന് കരുതിയതാണ്. പക്ഷേ പിന്നീട് 80 മിനിറ്റിന് ശേഷം ഡാനിഷിൻ്റെ ഗോൾ നിഷേധിക്കുന്നു. ആദ്യം ആഘോഷമൊക്കെ തുടങ്ങി. പക്ഷെ പിന്നെ റഫറി രാഹുൽ കുമാർ ഗുപ്ത ഗോളല്ല എന്നിങ്ങനെ കാണിക്കുന്നതാണ് കണ്ടത്. ലൈൻസ്മാൻ ഓഫ് സൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞു ഓഫ് സൈഡ് ആണെന്ന് വിധിച്ചു. എന്ത് ഓഫ് സൈഡ്? ഇത് കൃത്യമായിട്ട് റീപ്ലേയിൽ വ്യക്തമായിരുന്നു അത് ഓഫ് സൈഡ് അല്ല എന്ന്. 2-0 ബ്ലാസ്റ്റേഴ്സ് അവിടെ അപരാജിത ലീഡ് എടുക്കേണ്ടതാണ്. ആ ലീഡാണ് റഫറിയുടെ ഈ തെറ്റായ തീരുമാനം കൊണ്ട് ഇല്ലാതായത്. പിന്നെ ഓൺ ഗോൾ വന്നു, സമനിലയായി, കളി അങ്ങനെ അവസാനിച്ചു. ഇപ്പോൾ ഈ റഫറി മിസ്റ്റേക്ക് പറയുമ്പോൾ കുറേ ആളുകൾ കമൻറ്റും കൊണ്ടുവരും. ഐസിൽ ഇത് നേരത്തെയും ഉള്ളതല്ലേ, ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രം എന്തായത് പറഞ്ഞുകൊണ്ട് വരുന്നത്? എന്താ പറയാൻ പറ്റില്ലേ? റഫറിയുടെ തെറ്റ് ന്യായീകരിക്കാൻ നിങ്ങൾക്കൊക്കെ മറ്റു വല്ലതും കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ റഫറി തെറ്റ് ചെയ്തു, അത് കണ്ടേ പറ്റൂ. അത് കളിയുടെ റിസൾട്ടിനെ ബാധിച്ചു. അതും 100% സത്യമായിട്ടുള്ള കാര്യമാണ്. ആ ഗോൾ വീണിരുന്നെങ്കിൽ ഈ ഓൺ ഗോൾ വന്നാൽ പോലും 2-1 ബ്ലാസ്റ്റേഴ്സ് ജയിച്ചേനെ. ഇതിങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളികളിൽ മാത്രമല്ല, ഇനിയിപ്പോൾ നടന്ന മറ്റൊരു മത്സരത്തിൽ കൊടുത്ത റെഡ് കാർഡ് എന്തൊരു കോമഡി റെഡ് കാർഡാണത്. ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും റഫറിമാർ അവർ മാനസിക പരിഗണന അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും മിണ്ടാൻ പാടില്ല. കളിയുടെ റിസൾട്ട് എന്തായാലും കുഴപ്പമില്ല, അതിനെങ്ങനെ ബാധിച്ചാലും കുഴപ്പമില്ല. ഈ വിവരം കെട്ട പരിപാടി ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കണം എന്ന് വാദിക്കാൻ കുറേ ആളുകളുണ്ടാവും. നോക്ക്, കമൻറ്റ് ബോക്സ് നോക്ക്, അവിടെ ഇതിനൊക്കെ ആളുണ്ടാവുമെന്നേ. പക്ഷേ ഇത് വലിയ കോമഡിയാണ്. കളിയുടെ റിസൾട്ട് തീരുമാനിക്കുന്നത് റഫറിമാരാവുക എന്നുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.